സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ആലുവയിൽ നിന്നും 3 പേരെ തട്ടിക്കൊണ്ടുപോയ കേസിലേക്കാണ് സ്പോട്ട് ലൈവിനെ പോകുന്നത്. ആ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പരാതി ഒന്നും ലഭിക്കാത്തതിനാൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അറസ്റ്റിലായ പ്രതികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ഇരുവർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ പ്രതികൾ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു. മൊബൈൽ ഫോണുകളും CCTVകളും പരിശോധിച്ചാണ് അന്വേഷണം. സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഈ ഞായറാഴ്ചയാണ് ആലുവയിൽ നിന്നും, ആലുവ നഗരപരിധിയിൽ നിന്നും 3 പേരെ തട്ടിക്കൊണ്ടുപോയത്. 2 ദിവസം പിന്നിടുന്നു, യാതൊരു വിവരവുമില്ല. ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ പോലീസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ എന്താണ്? ആലുവയിൽ നിന്നും ഈ 3 പേരെ തട്ടിക്കൊണ്ടുപോയ ദിവസത്തെ അന്ന് രാത്രി തന്നെ പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർ 2 പേരും, ഒന്ന് മുഹമ്മദ് റിയാസ്, മറ്റൊന്ന് അൻവർ. കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് മുഹമ്മദ് റിയാസ്, കൊട്ടാരക്കര നിലമേൽ സ്വദേശിയാണ് അൻവർ. ഇവർ 2 പേരും അന്ന്, അതായത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും കണിയാപുരത്ത് നിന്നും കണ്ടെടുത്ത കാറ്, അതൊരു റെന്റേ കാറായിരുന്നു. ഇത് ഇവരുടെ കൈവശമായിരുന്നു പിന്നീട് പോയതെന്ന് അറിയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പകല് മുഴുവനുമുള്ള ഒരു ചോദ്യം ചെയ്യലിൽ, നിരന്തരമുള്ള ചോദ്യം ചെയ്യലിലാണ് ഇവർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട പങ്കുണ്ടെന്ന് പോലീസിന് മനസ്സിലാകുകയും വൈകിട്ടോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പത്തനംതിട്ട AR ക്യാമ്പിലെ ASI സുരേഷിൽ നിന്നും ഈ കാറ് കൈമാറിയത്, സുരേഷ് ഈ കാറ് കൊടുത്തത്, സുരേഷിൽ നിന്നും കാറ് വാടകയ്ക്ക് എടുത്തത് അൻവറാണ്, റിയാസാണ് പിന്നീട് കാറ് അൻവറിന് കൊടുത്തത്. ഈ അൻവറാണ് തട്ടിപ്പ് സംഘത്തിന് ഈ കാറ് കൈമാറിയതെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ 2 പേരെയും ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇത് ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഇതുവരേക്കും പോലീസിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് അല്ലെങ്കിൽ കാണാനില്ല എന്നുള്ളൊരു തരത്തിലുള്ള പരാതികളൊന്നും ഇതുവരേക്കും പോലീസിന്റെ മുന്നിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം ഇത് സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, ഇതിൽ രണ്ടിൽ ഏതോ ഒന്ന് തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതും ഇതുവരേക്കും മിസ്സിംഗ് പരാതികളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഈ കാറിൽ നിന്ന് ലഭിച്ച ചോരത്തുള്ളികൾ, വിരലടയാളം, ഫോറൻസിക് റിപ്പോർട്ട് ഇവയും അതോടൊപ്പം തന്നെ ഈ ജ്യൂസ് കടയിലെയും ഓട്ടോ ഡ്രൈവറിൽ നിന്നും ശേഖരിച്ച UPID ഇവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് ആലുവ പോലീസ് അറിയിക്കുന്നതും. പക്ഷേ അതെത്രമാത്രം കഴിയുമെന്നുള്ളതാണ് ഇവിടെ വലിയൊരു പ്രശ്നം. കാരണം ഇത്തരത്തിൽ ഈ പ്രത്യേകിച്ച് ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇതുവരെയും ഈ പ്രതികൾ എവിടെയാണെന്നോ ഈ തട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടേക്കാണെന്നോ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. ആകെ ഒരു തുമ്പ് ലഭിച്ചിരിക്കുന്നത് നിലവിൽ ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള, അതല്ലെങ്കിൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത 2 പേരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ്. അവർക്കും ഈ കേസിൽ, തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പങ്കുണ്ടോ, ഗൂഢാലോചനയിൽ പങ്കുണ്ടോ, അതോ ഇവർ ഈ വാഹനം വാടകയ്ക്കെടുത്തു നൽകി എന്ന കുറ്റം മാത്രമാണോ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഈ 2 പേരുടെയും ഈ കേസിലുള്ള പങ്ക് അത് മാത്രമാണോ? നിലവിൽ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ കുറിച്ച്, അവരുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? പോലീസ് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പോലീസ് പറയുന്നത് ഇവരെ 2 പേരുമാണ്, അതായത് ഈ കാറ് റെന്റിനെടുത്ത കാറ് ഈ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിന് കൈമാറിയത് ഇവർ 2 പേരും വഴിയാണ്. അതുകൊണ്ട് ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എങ്കിൽ പോലും മറ്റ് വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. പോലീസിന്റെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി, ഇത്തരത്തിൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നൊന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ ഇനി പ്രതികളെയും ഇരയെയും കണ്ടെത്തിയാൽ പോലും ഇവരൊരു ഒത്തുതീർപ്പായ സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിൽ ആലുവ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ഒരു കരുനാഗപ്പള്ളി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തെ
ആലപ്പുഴയിൽ നിന്നും കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് പോലീസിന്റെ മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് തനിക്ക് പരാതിയൊന്നുമില്ല എന്നായിരുന്നു. പിന്നീട് പകുതി വഴി വെച്ച് പോലീസ് ഈ അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ഇതും അതേ ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നതെന്നുള്ളൊരു സംശയം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം 2 ദിവസം പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിൽ ഒത്തുതീർപ്പാകാനാണ് സാധ്യത എന്നുള്ള കാര്യം കൂടി പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും സ്വർണ്ണക്കടത്തോ കുഴൽപ്പണമോ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടും ഒക്കെ എന്നുള്ള രീതിയിൽ കൂടി പോലീസിന്റെ അന്വേഷണം നീളുന്നുമുണ്ട്. എന്തായാലും ഇത് 3 പേരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നുള്ളൊരു വിലയിരുത്തലിലാണ് പോലീസ്. ആദ്യമുള്ളൊരു ദൃക്സാക്ഷി പറഞ്ഞത് ഒരാളെ തട്ടിക്കൊണ്ടുപോയി ആയിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് 3 പേരുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തത്. പക്ഷെ അത് ആരാണെന്നും ആരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയതെന്നും ഇപ്പോഴും പോലീസിന് വ്യക്തമാക്കിയിട്ടില്ല. നിലവിലുള്ള പോലീസിന്റെ കയ്യിലുള്ള 2 പ്രതികളാണ്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും ഇവർക്ക് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതിൽ പോലീസിനും സംശയമുണ്ട്. പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം വഴിമുട്ടിയ സാഹചര്യമാണ്. പക്ഷെ നവമി സൂചിപ്പിച്ചതുപോലെ ഇതിനിടയ്ക്ക് തട്ടിക്കൊണ്ടുപോകലിനിടയ്ക്ക് ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടാണെങ്കിലും അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുടിപ്പകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഒരു സെറ്റിൽമെന്റിനുള്ള സാധ്യതയുണ്ട്. അതും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഈ തട്ടിക്കൊണ്ടുപോയവരെ അതിനിടയ്ക്ക് വെച്ച് ഈ സാമ്പത്തിക ഇടപാട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടായാൽ അവരെ അല്ലെങ്കിൽ മോചിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ടോ? പോലീസ് ആ ഒരു രീതിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നതും. കാരണം 2 ദിവസമായിട്ടും ഇതുവരേക്കും ഈ കേസിൽ പുതിയ രീതിയിലുള്ള ഒരു പുരോഗമനം ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇവർ തമ്മിൽ സംസാരിച്ച് ഇതിലൊരു സെറ്റിൽമെന്റ് ആയോ എന്നുള്ളൊരു സംശയവും പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇന്നലെ തന്നെ ദൃക്സാക്ഷികൾ, അതായത് ഈ സമീപത്ത് ഈ കാർ ഉപേക്ഷിച്ചത് ഒരു റോഡ് അവസാനിക്കുന്ന ഇടത്താണ്. ഈ കാറിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടുന്നു, ഈ പ്രതിയും ഇരയായപ്പെട്ടവരും രക്ഷപ്പെടുന്നു എങ്കിൽ പോലും ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതുപോലും നടന്നിട്ടില്ല. സമീപത്തൊരു വാക്കുതർക്കത്തിന്റെയോ അല്ലെങ്കിൽ നിലവിളി ശബ്ദമോ ഒന്നും തന്നെ പരിസരവാസികളൊന്നും അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ ഒരു നിഗമനത്തിലെത്തിയത്. ഇവർ ഈ കേസായി അല്ലെങ്കിൽ പുറം ലോക മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്ന സ്ഥിതിക്ക് ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്കാണോ പോയത് എന്നുള്ളൊരു സംശയം പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവർ പരിചയക്കാരാണെന്ന് ആദ്യമേ മുതൽ തന്നെ പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ പോലീസ് അവസാനമായും എത്തി നിൽക്കുന്നത്. 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ ഈ കേസിൽ മറ്റൊരു രീതിയിലുള്ള ഒരു പുരോഗമനമൊന്നും പോലീസിന് ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കേട്ടോ. നവമീർ, കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. 2 പേരുടെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടോടുകൂടി രേഖപ്പെടുത്തുന്നു. കൂടുതൽ അറസ്റ്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പ്രതികളെയും ഒപ്പം ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തും. വൈകിട്ടോടുകൂടി ഇത് രേഖപ്പെടുത്തും, അറിയിക്കാം എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ കസ്റ്റഡിയിലുള്ള 2 പേരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനും പോലീസ് തയ്യാറായിട്ടില്ല. ഇവരെ തന്നെ, അതായത് ഈ തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ ഞായറാഴ്ച വൈകുന്നേരം തന്നെ ഇവരെ 2 പേരെയും, റിയാസിനെയും അൻവറിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാകട്ടെ ഇന്നലെ വൈകിട്ടും കൂടിയാണ്. ഇവർക്ക് ഈ കേസുമായി നേരിട്ട് ബന്ധമില്ല എങ്കിൽ പോലും ഈ SIയുടെ കയ്യിൽ നിന്നും കാറ് റെന്റിന് വാടകയ്ക്ക് എടുത്തത് റിയാസ് മറ്റൊരാൾക്കായി കൈമാറി. അയാളിൽ നിന്നാണ് അൻവർ ഈ വാഹനം എടുത്തത്. അൻവറാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിന് ഈ കാറ് കൈമാറിയതെന്നുള്ളൊരു വിവരം മാത്രമാണ് പോലീസിന് ലഭിക്കുന്നത്. പക്ഷെ അൻവറിനോ റിയാസിനോ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ അറിയുമോ എന്നതിലൊന്നും പോലീസ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഇവർ തമ്മിൽ ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രതികൾ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ് പോലീസിനുള്ള. ആലുവയിൽ നിന്നും 3 പേരെ തട്ടിക്കൊണ്ടുപോയത് ഞായറാഴ്ച രാവിലെയാണ്. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു സൂചനയും, തട്ടിക്കൊണ്ടുപോയത് ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നാണ് നവമി ദിനേശ് നൽകുന്ന വിവരങ്ങൾ.
സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.